ഹായ് ഗൈസ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള അമെൻമെന്റ്സ് ആണ്. ആൻഡ് ബേസിക്കലി നമുക്ക് രണ്ട് അമെൻമെന്റ്സ് ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആദ്യത്തെ അമെൻമെന്റ് തന്നെ സെക്ഷൻ 13 സബ്സെക്ഷൻ 3യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സെക്ഷൻ 13(3)? പോട്ടെ, എന്താണ് സെക്ഷൻ 13 ടോക്സ് അബൌട്ട് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് അല്ലെ. അതിൽ 13 സബ്സെക്ഷൻ 2 ടോക്സ് അബൌട്ട് ഫോർവേഡ് ചാർജ് ഓഫ് സർവീസസ് ആൻഡ് 13 സബ്സെക്ഷൻ 3 ടോക്സ് അബൌട്ട് റിവേഴ്സ് ചാർജ് ഓഫ് സർവീസസ്. ഓൾ റൈറ്റ്. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്തായിരുന്നു, അതായത് പണ്ട് എന്തായിരുന്നു പ്രൊവിഷൻ? നമുക്കറിയാം, ഇൻ ദി കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ഓഫ് സർവീസസ്, ദ ബേസിക് പ്രൊവിഷൻ സേസ് ദാറ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ടു ഡേറ്റ്സ്. ദ ഫസ്റ്റ് ഡേറ്റ് ഈസ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്, ഓർ ദ നെക്സ്റ്റ് ഡേറ്റ് ഈസ് 61 ഡേയ്സ് ഫ്രം സപ്ലയേഴ്സ് ഇൻവോയ്സ്. അല്ലെ, ഈ രണ്ട് ഡേറ്റ് എടുത്തിട്ട് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ പഠിച്ചത്. ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ആയിരുന്നു. നൗ, എന്താണ് ഇവിടുത്തെ അമെൻമെന്റ്? ഇവിടുത്തെ അമെൻമെന്റ് ആക്ച്വലി ഈസ് റിലേറ്റഡ് ടു സെക്ഷൻ 31. ഓക്കെ, അപ്പൊ എന്താണ് 31 ടോക്സ് അബൌട്ട് ഡിഫറെന്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻവോയ്സസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് അണ്ടർ GST. അല്ലെ, ഒരു ഇൻവോയ്സ് എപ്പോൾ ഇഷ്യൂ ചെയ്യണം തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടുത്തെ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സി, ഇൻ ദി കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ഓഫ് സർവീസസ്, ട്രൈങ് ടു എക്സ്പ്ലെയിൻ എങ്ങനെയാണ് 31(3) ആയിട്ട് കണക്ഷൻ വരുന്നത് പറയാൻ പോകുന്നത്. സി, you have to first see whether the supplier is required to issue invoice. Okay, what does that mean? ഇതിനർത്ഥം എന്ന് വെച്ചാൽ, you have to remember that in the case of reverse charge നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതായത് നമുക്ക് ഒരു സപ്ലയർ ഉണ്ട്, റെസിപ്പിയന്റ് ഉണ്ട് അല്ലെ. ഈ സപ്ലയർ റെസിപ്പിയന്റിന് ഒരു സപ്ലൈ നടത്തിയിട്ട് ആ സപ്ലൈ റിവേഴ്സ് ചാർജ് ആണെങ്കിൽ, first we have to see whether this supplier is registered or not. കാരണം ഈ സപ്ലൈ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഈ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾ ഇങ്ങോട്ട് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും, ഒരു വാലിഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഇൻവോയ്സിന്റെ താഴെ ഒരു അഡീഷണൽ കമന്റ് വരണം, ദിസ് ഇസ് ചാർജ് അണ്ടർ റിവേഴ്സ് ചാർജ്. കാരണം സപ്ലയർ ടാക്സ് അടക്കില്ല, റെസിപ്പിന്റെ അടക്കണം എന്ന് സൂചിപ്പിക്കാനായിട്ട് ആ ഇൻവോയ്സിൽ അങ്ങനെ എഴുതണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് സപ്ലയർ ഇഷ്യൂ ഇൻവോയ്സ്. റൈറ്റ്. Now, what happens if the supplier is unregistered? So first of all, the question, can the supplier be unregistered? Yes. How come? As per section 24, when a supply is under reverse charge, recipient is compulsorily required to get registered. Correct? And as per section 23, if a supplier is making exclusively RCM supplies, he need not get registered. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ there might be a situation where the supplier is unregistered but the recipient is registered and supplier is under reverse charge. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. ആ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, recipient will have to do something known as self invoicing, and this invoice is now invalid. Invalid in the sense, അതൊരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻവോയ്സ് അല്ലല്ലോ. അപ്പൊ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല, ഇങ്ങനെ ഇൻവോയ്സ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സെറ്റ്. ഓക്കെ, നൗ ഫോക്കസ് ഓൺ ദിസ് റെസിപ്പിയന്റ്. വെൻ ഷുഡ് ഹി പേ ദ ടാക്സ്? വാട്ട് ഇസ് ദ ടൈം ഓഫ് സപ്ലൈ? എക്സിസ്റ്റിംഗ് പണ്ട് നമ്മൾ പഠിച്ച പ്രൊവിഷൻ എന്തായിരുന്നു അറിയോ? സി, ഈ സപ്ലയർ ഇൻവോയ്സ് പോലെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യും. ആ ഡോക്യുമെന്റ് അതിന്റെ കൂടെ നിങ്ങളുടെ 61 ദിവസം കൂട്ടിയിട്ട് ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് നമ്മൾ പണ്ട് പഠിച്ചിരുന്നത്. ഇതായിരുന്നു എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. അപ്പൊ ഈവൺ ഇഫ് ദിസ് പേഴ്സൺ ഇസ് ഡൂയിങ് സെൽഫ് ഇൻവോയ്സ്, സ്റ്റിൽ ദ ടൈം ഓഫ് സപ്ലൈ വിൽ ബി ദ ഇൻവോയ്സ് പ്ലസ് 61 ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ആ ഇൻവോയ്സ് ഓർ എനി അതർ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ സപ്ലയർ എന്ന പ്രൊവിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. നൗ വാട്ട് ഹാപ്പൻസ് ഈസ് ദിസ് ഹാസ് ചേഞ്ച്. എങ്ങനെ ചേഞ്ച് ചെയ്തു അത് മനസ്സിലാക്കാൻ നമുക്കൊരു ചാർട്ട് നോക്കാം, ശ്രദ്ധിക്കുക. ഇഫ് ദ സപ്ലയർ ഈസ് റിക്വയർഡ് ടു ഇഷ്യൂ ഇൻവോയ്സ്, ദെൻ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദ ഏർലിയർ ഓഫ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ 61 ഡേ ഫ്രം സപ്ലയേഴ്സ് ഇൻവോയ്സ്. കഥയ്ക്ക് മാറ്റമില്ല. സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ date of payment or 61 day from supplier's invoice, there is no change in the provision. Now the question is, what happens if the answer is no? അതായത്, what if the supplier is not issuing an invoice? In that case, we are 100% sure that the recipient will be issuing something known as self invoice. Now we have to take earlier of
either this particular date of payment or the date of invoice by recipient. That is nothing but self-invoicing. ഇത്രേ ഉള്ളൂ, ഡൺ. അതാണ് അമെൻമെന്റ്. അപ്പൊ എക്സിസ്റ്റിംഗ് നമ്മൾ പഠിച്ചു വെച്ച പ്രൊവിഷൻ അതുപോലെ തന്നെയുണ്ട്. ആകെയുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് മാറ്റം. സെൽഫ് ഇൻവോയ്സ് വരുന്ന സമയത്ത് നമ്മൾ 61 ദിവസം കൂടുന്ന പരിപാടിയൊന്നുമില്ല. സെൽഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഏർലിയർ കളർ ചെയ്യും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ അമെൻമെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബെയർ പ്രൊവിഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കഥയൊക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. Alright, let's move on to next amendment. Next, we are looking at 12 subsection 4 and 13 subsection 4. So first of all, എന്താണ് 12-4, 13-4? ഇത് രണ്ടും എഫക്റ്റീവ്ലി സംസാരിക്കുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. 12 talks about in the case of goods and 13 for services. ഇതായിരുന്നു 12-4ഉം 13-4ഉം. Now, this is an interesting amendment. So first of all, 12-4ഉം 13-4ഉം ആക്ച്വലി അവർ പറയുന്ന പ്രൊവിഷൻ സിമിലർ ആയിരുന്നു. അതായത് in the case of a voucher, the time of supply will be as following. For example, first you have to see whether the supply is identifiable. If it is identifiable, it is date of issue of voucher. And if it's not identifiable, then it is a rate of redemption. അപ്പോൾ ആ കഥ നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് ക്ലാസ്സിൽ അനലൈസ് ചെയ്യുന്നതാണ്. അതിലേക്ക് വീണ്ടും പോകുന്നില്ല. Now, the amendment is interesting because ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണ്. ഈ ക്ലാരിഫിക്കേഷൻ ഇൻ എഫക്ട് ഈ രണ്ട് സെക്ഷനും ഇൻവാലിഡ് ആക്കി കളയും. അതായത് ഈ രണ്ട് സെക്ഷനും ഉപയോഗിച്ച് ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഈ രണ്ട് പ്രൊവിഷൻസ്, ഈ ക്ലാരിഫിക്കേഷൻ എഫക്റ്റീവ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ദിസ് ക്ലാരിഫിക്കേഷൻ സേസ് ദാറ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വൗച്ചേഴ്സ് ഉണ്ടല്ലോ, വൗച്ചേഴ്സിന്റെ ഒക്കെ വാട്ട് ഡു യു മീൻ ബൈ വൗച്ചർ എന്ന ഡിസ്കഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ഐ എം ഡയറക്ട്ലി മൂവിംഗ് ഓൺ ദ അമെൻമെന്റ് ബിക്കോസ് ദിസ് വീഡിയോ ഇസ് പ്രിഡോമിനന്റ്ലി ഫോർ യുവർ ക്വിക്ക് റിവിഷൻ ഓഫ് അമെൻമെന്റ്സ് അല്ലേ. അപ്പോൾ ഈ വൗച്ചർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് താഴെ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം. ഒന്ന്, ഇറ്റ് ക്യാൻ ബി എ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, സോ what do you mean by prepaid instrument? See, prepaid instrument means it's an instrument in which money is already loaded. അങ്ങനെയാണെങ്കിൽ പ്രത്യേകം എന്താ പറയുക? ഇഫ് വൗച്ചർ, നമ്മൾ വൗച്ചറിന് ഒരു പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ സംതിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പൻസ്. വൗച്ചർ നൗ ബിക്കേം മണി ആസ് പെർ ദ ഡെഫിനിഷൻ 2 clause 75. Okay, so if voucher is PPI recognized by RBI, then such voucher is treated as money. Okay, now what is the importance of money with respect to supply? When we study 2 clause 52, that is the goods definition, and 2 clause 102 and that service definition, money is specifically excluded from both of these definitions. So money is neither goods nor services, which means money is not supply. And in that case, prepaid instrument will not attract GST. Voucher will not attract GST. Okay, as money is excluded from definition of goods or services, no supply is involved. Hence, GST is not leviable on such voucher transaction. Beautiful. Pettanna pariyadi close ആയി അല്ലേ. Now, what if voucher is not a PPI? Because at the end of the day, to call something PPI or to call something money, it should be recognized as such by RBI. നമ്മൾ മണി ഡെഫിനിഷനിൽ പ്രത്യേകം പഠിക്കുന്നുണ്ട്. RBI റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതിനെ മണി എന്ന് വിളിക്കുള്ളൂ, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. So the question is, what if this is not recognized by RBI as money? In that case, voucher നമുക്കൊരു PPI ആയിട്ടോ അല്ലെങ്കിൽ മണി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പൊ ഇത് സപ്ലൈ ആവോ? ബട്ട് some other very interesting point triggers now. എന്താണെന്നറിയോ? See, now this voucher is creating an obligation from a particular person to pay some money. Okay, and that's nothing but actionable claim. An actionable claim നമ്മൾ എവിടെ കണ്ടിരിക്കുന്നത്? Schedule 3 non-supply. Actionable claim other than non-supplies will not attract GST. Other than non-supplies അല്ല, actionable claim other than specified actionable claims will not attract GST, which means, ശ്രദ്ധിക്കാം, if this voucher is not treated as money, it's creating an obligation on the supplier to accept as concession for money, which means it can be treated as an actionable claim. And it's not specified under specified actionable claim. അതുകൊണ്ട് ഇതൊരു സപ്ലൈ അല്ല. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ വൗച്ചറിനെ അപ്രോച്ച് ചെയ്താലും voucher as such will not attract GST. Okay, now
ഇത്രയും നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ വൗച്ചർ ആസ് സച്ച് വിൽ നോട്ട് അട്രാക്ട് GST. ഐദർ വി ആർ ട്രീറ്റിംഗ് ഇറ്റ് ആസ് പേ ഓർ നോട്ട്, ഇറ്റ് വിൽ നോട്ട്. ഇനി നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയാണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് സംടൈംസ് ദർ വിൽ ബി എ സപ്ലയർ. ഈ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഡീലർ വൗച്ചേഴ്സ് വാങ്ങിക്കും. എന്നിട്ട് ഈ ഡീലർ അത് പുറത്ത് സെല് ചെയ്യും, കസ്റ്റമർക്ക് സെല് ചെയ്യും. കറുത്ത് സെല് ചെയ്യും. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഇവിടെ എങ്ങനെയാണ് GST ട്രിഗർ ചെയ്യുന്നത്? സി, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ദാറ്റ് വൗച്ചർ ഈസ് നോട്ട് ഗോയിങ് ടു ബി സപ്ലൈ. അപ്പോ സപ്ലയർ ഇത് ഡീലർക്ക് വിൽക്കുമ്പോൾ ഇറ്റ് വിൽ നോട്ട് അട്രാക്ട് GST. ഡീലർ ഇത് കസ്റ്റമർക്ക് വിൽക്കുമ്പോഴും ഇറ്റ് വിൽ നോട്ട് അട്രാക്ട് GST ബിക്കോസ് ദിസ് തിങ് ഈസ് സപ്ലൈ നോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. when the distributor buys voucher at discount and sells with margin, distributor is owning the voucher. Mere trading of vouchers is not supply of goods or services. Okay, there is no GST on trading under 9(1). Perfect. Now there can be another situation where Shradhikya, there is a supplier, there is a distributor, there is a customer for the voucher. Okay, സപ്ലയർ ഡിസ്ട്രിബ്യൂട്ടർക്ക് വൗച്ചർ കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടർ കസ്റ്റമർക്ക് വൗച്ചർ കൊടുക്കുന്നു. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് നോട്ട് ആക്ച്വലി ബൈയിങ് ദിസ് വൗച്ചർ, ഹീസ് പ്യൂർലി വർക്കിംഗ് ഓൺ കമ്മീഷൻ ബേസിസ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സെയിൽ നടക്കുന്നില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടും സെയിൽ നടക്കുന്നില്ല. സെയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, ഫ്രം സപ്ലയർ ടു കസ്റ്റമർ ആണ് പോകുന്നത്. അപ്പോഴും ആ സപ്ലയർ ടു കസ്റ്റമർ പോകുന്ന വൗച്ചറിന്റെ സെയിൽസിന് GST ട്രിഗർ ചെയ്യില്ലെങ്കിലും സംതിങ് എൽസ് ഹാപ്പൻസ് ഓവർ ഹിയർ. എന്താണത്? This distributor will be getting some commission from our supplier, correct? That will attract GST. Of course, that's supply of service from the distributor to supplier. So if the distributor acts on behalf of issuer, earns a fee or commission, the fee is charged for supply of service, GST is payable on such fees. Perfect. Okay, again coming back to my example, there's a supplier, distributor, customer. ഓക്കെ, ഈ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അതായത് വാങ്ങിച്ച് വിൽക്കുകയാണെങ്കിലും അല്ല ഡയറക്ട്ലി സപ്ലയർ വിൽക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ കാര്യം മനസ്സിലായല്ലോ. പക്ഷേ സി, വൗച്ചർ ഈ സപ്ലയറുടെ അല്ലേ. അപ്പൊ ഇതൊന്ന് കസ്റ്റമർ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ആക്ച്വലി ഡൂയിങ് സോ മെനി മാർക്കറ്റിംഗ് സർവീസസ് ഫോർ സപ്ലയർ. ദിസ് വിൽ ബി സപ്ലൈ ബിക്കോസ് ഇതിന് വേറെ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടാവും, ദാറ്റ്സ് ഗോയിങ് ടു ബി സപ്ലൈ അല്ലെ. അപ്പൊ ഇതൊന്നും സ്പെസിഫിക്കലി ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ കോമൺലി അസ്യൂം ചെയ്ത കാര്യമാണ്. പിന്നെ വൗച്ചർ സപ്ലൈ അല്ലാത്ത കാരണം ഡൗട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്ലാരിഫിക്കേഷനിൽ വരുന്നതാ. ഇഫ് ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഏജന്റ് ഡിസ്ട്രിബ്യൂട്ടർ അണ്ടർ ദ എഗ്രിമെന്റ്, ദ fees or charges for such services are liable to GST at applicable rate. Okay, now there is something interesting known as unredeemed vouchers. പണ്ട് ക്ലാസ്സിൽ ഞാൻ ഈ വൗച്ചർ എടുക്കുന്ന സമയത്ത് എപ്പോഴും കുട്ടികൾ കോമൺലി ചെയ്യുന്ന ഡൗട്ടാണ്, സാറേ സപ്ലയർ ഒരു വൗച്ചർ ഇഷ്യൂ ചെയ്തു, ആ വൗച്ചർ ഇപ്പോൾ 1000 രൂപയുടെ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാനുള്ള വൗച്ചറാണ്, പക്ഷെ കസ്റ്റമർ വന്നില്ല, അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ പണ്ട് ഇതിനൊരു 100% ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഉത്തരത്തിലേക്കൊന്നും പോകണ്ട, കാരണം ഇവിടെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദിസ് ഇസ് നോൺ ആസ് ബ്രേക്കേജ്. ബേസിക്കലി ഇഫ് ദ കസ്റ്റമർ ഇസ് നോട്ട് കമ്മിങ് ടു redeem the voucher, this particular transaction is known as now, or that incident is known as breakage of voucher. And at the end of the day, അവിടെ സപ്ലൈ ഒന്നും നടക്കുന്നില്ല. There is no supply happening there, correct? This transaction is not at all going to be supply. Okay, so there will be no GST on breakage. Done. ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ച് വെച്ച വിഷയം തന്നെയാണ്, ലീഗൽ പൊസിഷൻ ഓൺ സപ്ലൈ. വൗച്ചർ ആസ് സച്ച് സപ്ലൈ ആവില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഡൺ. സോ വിത്ത് ദാറ്റ് വി ആർ ഡൺ വിത്ത് ദി amendments related to time of supply. ഈ രണ്ടെണ്ണമാണ് ബേസിക്കലി ഉള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.